ആട്ടും കുഞ്ഞുങ്ങളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാൻ ശ്രമിക്കുന്ന ചിലരുടെ നിലപാടുകളെയും ചിലരുടെ വക്രദൃഷ്ടിയെയും കാണാൻ ഈ സമുദായത്തിലെ പലർക്കും ഇന്ന് കഴിയാതെ പോകുന്നു എന്നുള്ളത് ദുഃഖകരമായ വസ്തുതയാണ്. ശക്തി ചോർന്നതല്ല, ശക്തി എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നറിയാൻ പാടില്ലാത്തവരാണ് ഈ മലബാറിലെ ഈ ജനതയെ ഇപ്രകാരം രൂപപ്പെടുത്തിയെടുക്കുന്നതില് ഈ മലബാറിൽ ജീവനർപ്പിച്ച വൈദിക ശ്രേഷ്ഠരുടെ ത്യാഗവും കഷ്ടപ്പാടും ആർക്കാണ് വിസ്മരിക്കാൻ കഴിയുക? ഇന്ന് ഈ മലബാറിലെ കുടിയേറ്റ ജനത ഇത്രമേൽ ശക്തവും വ്യക്തവുമായ ദിശാബോധത്തോടെ വളർന്നുവെങ്കില് ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനുള്ളില് നാം ഇത്രമാത്രം കെട്ടുറപ്പുള്ള ഒരു സമുദായമായി തീർന്നുവെങ്കില് അതിന്റെ പിന്നിൽ നമ്മുടെ വൈദികരും വള്ളോപ്പള്ളി പിതാവ് മുതലുള്ള പിതാക്കന്മാരുടെയും അത്ഭുതാവഹമായ നേതൃത്വമുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ആ ചരിത്രം തമസ്കരിക്കേണ്ടത് ചിലരുടെയൊക്കെ ആവശ്യമായി മാറിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈദികരെ അധിക്ഷേപിച്ചുകൊണ്ട് നിർബാധം പ്രസംഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. പക്ഷെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ സോഷ്യൽ മീഡിയയിൽ നമ്മെ അധിക്ഷേപിക്കുന്ന ഈ മഹാന്മാരാരെങ്കിലും നമ്മുടെ സമുദായത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയോ നന്മയ്ക്ക് വേണ്ടിയോ ചെറുവിരലെങ്കിലും അനക്കിയതിന്റെ ചരിത്രം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുക. അങ്ങനെ ചെയ്തവരുണ്ട് എങ്കിൽ അവര് സംസാരിക്കട്ടെ. ഈ സമുദായത്തെ ഈ രീതിയിൽ വളർത്തിയെടുത്തവരെ അധിക്ഷേപിച്ച് ഈ സമുദായത്തിന്റെ കെട്ടുറപ്പും ഇതിന്റെ ചരിത്രത്തിന്റെ കരുത്തും നഷ്ടപ്പെടുത്തുക, അതാണ് ഇന്ന് പലരും ലക്ഷ്യം വെക്കുന്നത് എന്ന് നാം തിരിച്ചറിയുക. ഇന്ന് എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഉള്ളപ്പോൾ എല്ലാവരും വായിക്കുന്നത് ഈ വേസ്റ്റായ സാഹിത്യമാണ്. ഈ കുപ്പത്തൊട്ടിയിൽ എറിയേണ്ട ഈ പ്രസ്താവനകളും സാഹിത്യവും നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഇവരാരും ഈ സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവരല്ല. അവരുടെ ഭാഷ കേട്ടാൽ അറിയാം അവർ ഈ സഭയെ സ്നേഹിക്കാത്തവരാണ്. അവരുടെ അവതരണ ശൈലി കണ്ടാൽ നമുക്കറിയാം അവർ ഈ സമുദായത്തെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവരുടെ പ്രവർത്തന ശൈലി കണ്ടാൽ അറിയാം അവര് ഈ സഭയുടെ നന്മ അല്പം പോലും കാക്ഷിക്കാത്തവരാണ്.